നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഒരു വിഷയം പ്രത്യേകമായ ഒരു വിഷയമാണ്. ഇതിലൊരുപാട് പലരുടെയും നെഗറ്റീവ് കമന്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. എന്നാൽ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനിത് പറയുന്നത്. പലരും എന്നെ വിളിച്ച് ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. ജ്യോതിഷ വിശ്വാസികളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോൾ അത് ജ്യോതിഷത്തിലെ വിശ്വസിക്കുന്ന വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ യൂട്യൂബിൽ ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാര്യം, ശനിക്ക് ഇപ്പോൾ രാശിമാറ്റം, വക്രഗതി എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ നിരന്തരം വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ശനിക്ക് ഇപ്പോൾ ഒരു രാശിമാറ്റവും ഇല്ല, ഒരു വക്രഗതിയും ഇല്ല. ശനിക്ക് ഈ വർഷം ഒരു രാശിമാറ്റവും ഇല്ല, ഒരു വക്രഗതിയും ഇല്ല. സത്യം തിരിച്ചറിയണം. അതായത് ജ്യോതിഷ വിശ്വാസികൾ സത്യം തിരിച്ചറിയണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം യൂട്യൂബിൽ ചിലർ ശനി വക്രഗതിയിലേക്ക് പോകുന്നു, ഇനി ഈ രാശിക്കാർക്ക് ദുരിതം അല്ലെങ്കിൽ വലിയ മാറ്റം എന്ന് പറഞ്ഞ് അവരുടെ ചാനലിന് വ്യൂസ് കിട്ടാൻ, അതായത് റീച്ച് കൂട്ടാനുള്ള തന്ത്രം ഉണ്ടാക്കുകയാണ് ചിലർ. ജ്യോതിഷത്തെ പറ്റി ഇത്തരം ആളുകൾക്ക് ഒരു അറിവും ഇല്ലാത്തവരാണിവർ. എന്തെങ്കിലും പടച്ചുണ്ടാക്കി വിടുകയാണെങ്കിൽ. കാരണം ഇവരുടെ ഒരു ലക്ഷ്യം ഇവരുടെ ചാനലിന് റീച്ച് ഉണ്ടാക്കുക, വ്യൂസ് കിട്ടുക, അതാണ് അവരുടെ ഉദ്ദേശം. അതാണ് ചെയ്തുകൊണ്ട് സത്യത്തിൽ ഇവര് ജ്യോതിഷ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളായ ജ്യോതിഷ വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് പല വിധത്തിൽ ഈ ജ്യോതിഷ സംബന്ധമായ ഇത് കൊടുത്ത് വീഡിയോ കൊടുത്തിട്ട് പല വിധത്തിൽ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ജ്യോതിഷപരമായിട്ട് യാതൊരു അറിവുമില്ലാത്തവരാണ് ഇവർ ജ്യോതിഷത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ജ്യോതിഷത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ഇവർ മുതലെടുക്കുകയാണ്. സ്വന്തം ചാനലിന് റീച്ച് ഉണ്ടാക്കുക എന്ന ഒറ്റ ഇതാണ് ഇവരുടെ മുന്നിലുള്ളത്. ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക. അത് എന്ത് സത്യസന്ധമല്ലാത്ത എന്ത് കാര്യം വേണമെങ്കിലും ഇവർക്ക് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ശനിനെയാണ് ഇവരിപ്പൊ പിടിച്ചിരിക്കുന്നത്. ശനിക്ക് ഇങ്ങനെ രാശിമാറ്റം മഞ്ഞ്, ശനി വക്രഗതിയിലാണ്, അങ്ങനെയാണ്, ആനയാണ്, പൂനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം സത്യസന്ധമായി ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കള്ളപ്രചരണം കാരണം സത്യസന്ധന്മാരായ ജ്യോതിഷ വിശ്വാസികളെ പോലും പലരും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പലരും വിളിച്ച് ചോദിച്ചു, ഫോണിലും വാട്സാപ്പിലും ചോദിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ജ്യോതിഷ ആചാര്യന്മാർ ഗണിച്ച പഞ്ചാംഗം ഉണ്ടല്ലോ, ഇതൊന്ന് തുറന്നു നോക്കണം. ഈ പറഞ്ഞ യൂട്യൂബിലെ ജ്യോത്സ്യന്മാര്, ഇത്തരം കള്ളപ്രചരണം നടത്തുന്ന ജ്യോത്സ്യന്മാര് ഈ പഞ്ചാംഗം ഒന്നും, അതായത് നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാർ ഗണിച്ചു വെച്ചിരിക്കുന്ന പഞ്ചാംഗം ഇവരൊന്ന് വായിച്ചു നോക്കണം. ഇവരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടില്ല. പഞ്ചാംഗ വിധിപ്രകാരം ഈ വർഷം ശനിക്ക് രാശിമാറ്റം ഇല്ല, ഇല്ലേ? എന്നിട്ടാണ് ഇവര് പറയണത് ശനി രാശിമാറും എന്ന് പറയുന്നത്. ശനിക്ക് ഈ വർഷം രാശിമാറ്റമില്ല. എന്നാൽ ശനിക്ക് നക്ഷത്രമാറ്റമുണ്ട്. അത് ശരിയാണ്. ശനി നക്ഷത്രം മാറുന്നുണ്ട്, പക്ഷെ രാശി മാറുന്നില്ല. ആ രാശിയിൽ തന്നെയുള്ള നക്ഷത്രങ്ങളിലേക്ക് മാറുന്നുണ്ട്. അത് ശരിയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ ശനി രേവതി നക്ഷത്രത്തിലാണ് ശനി നിൽക്കുന്നത്. ശനിനെയാണ് ഇവര് പിടിച്ചിരിക്കുന്നത്.
ഇപ്പോൾ രേവതി നക്ഷത്രത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി അവിടെ നിന്നും 2026 ഒക്ടോബർ 9 രാത്രി 8:45 ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് തിരിച്ചു പോകും. അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിലവിൽ രേവതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി പോകുന്നത് ഒക്ടോബർ 2026 ഒക്ടോബറിലെ ശനി പോകുള്ളൂ. അതിക്ക് മുമ്പ് തന്നെ ചിലവര് ഇപ്പൊ തന്നെ ശനിനെ വക്രത്തിലാക്കി കളഞ്ഞു. ശനി വക്രത്തിലേക്ക് പോയിട്ടില്ല. നക്ഷത്രപരമായ വക്രത്തിലേക്കൊന്നും ശനി പോയിട്ടില്ലെന്നേ. എന്നിട്ട് ശനി മാറുമെന്നാണ് പറയുന്നത്. ജൂലൈയിലൊക്കെ മാറുമെന്നും പറഞ്ഞ് അടിച്ചിറക്കണേന്. എവിടെ ജൂലൈ? പഞ്ചാംഗ വിധി പ്രകാരം 2026 ഒക്ടോബർ 9 രാത്രി 8:45 ശനി ഇപ്പൊ നിൽക്കുന്ന രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു, പുറകോട്ട് പോകും. ഈ ഒരു ഗ്രഹം നിൽപ്പിൽ നിന്ന് നിന്ന സ്ഥലത്ത് നിന്നും പുറകോട്ടിലോട്ട് പോകുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും. അങ്ങനെയുണ്ട്. അപ്പൊ വക്രഗതി ഇങ്ങനെയാണ് വരുന്നത്. അല്ലാതെ രാശി മാറി ശനിക്കൊരു വക്രഗതിയും ഈ വർഷത്തിലില്ല. നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഒരു ഗണിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇല്ലേ? വെറുതെ അല്ല ആചാര്യന്മാര് പഞ്ചാംഗം ഗണിക്കുന്നത്. നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതാണ്. ശാസ്ത്രീയമായ ഗണിതമാണ് അതിന്റെ പിന്നിലുള്ള അടിസ്ഥാനം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലരും ഇത്തരം തീയതികൾ സ്വന്തമായി ഉണ്ടാക്കിയാണ്. അവര് പഞ്ചാംഗം നോക്കുന്നില്ല. അവര് തന്നെ അങ്ങോട്ട് ചില കാര്യങ്ങളിൽ അവര് തീരുമാനം എടുക്കുകയാണ്. അപ്പൊ ഇത്തരം തീയതികൾ ഇവർ സ്വന്തമായി ഉണ്ടാക്കി ജ്യോതിഷ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തയോടെ ജ്യോതിഷത്തെ സമീപിക്കുന്ന സാധാരണക്കാരെ ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഇത് സത്യം എന്താണെന്ന് അറിയണം. ഈ ജ്യോതിഷ വിശ്വാസികൾ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതാണ് സത്യം. അല്ലാതെ ശനിക്കൊന്നും ഇപ്പൊ വക്രഗതിയൊന്നുമില്ല. അപ്പൊ വീഡിയോ കാണുന്നവര് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തിന് ഒരു കമന്റ് ഇട്ടാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.